ഹലോ ഫ്രണ്ട്സ്, നമുക്ക് അടുത്തതായിട്ട് വന്നേക്കുന്നത് ഒരു പോളോ 1.5 TD ആണ്. അപ്പോൾ ഇതിനൊരു ഫുൾ സിസ്റ്റം സ്റ്റേജ് 2 ബിൽഡാണ് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ ഡൗൺ പൈപ്പ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ 1.5 TDയുടെ ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഡൗൺ പൈപ്പ് കണ്ടല്ലോ. ഡൗൺ പൈപ്പിൽ നമ്മളൊരു എക്സോസ്റ്റ് ബെല്ലോ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണാം, ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ. അത് വൈബ്രേഷൻ കുറക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് അതിൻ്റെ ജെർക്കിങ് ഉണ്ടാവും. ആ ജെർക്കിങ് നമുക്ക് വണ്ടിയുടെ അകത്ത് ഫീൽ ചെയ്യാതെ, നമുക്ക് വൈബ്രേഷൻ ഒന്നും ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എക്സോസ്റ്റ് ബെല്ലോ നമ്മ എക്സോസ്റ്റിൻ്റെ ഡൗൺ പൈപ്പിൽ ആഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്തേക്കണ ഒരു എയറോ ടർബൈൻ ക്യാനാണ് ഇതിൽ വെച്ചേക്കണത്. ഇപ്പോൾ നമ്മൾ ഫുൾ സിസ്റ്റം ചെയ്തിട്ട് സ്റ്റേജ് 2 പുഷ് ചെയ്യാനുള്ള രീതിയിൽ പൈപ്പ് അപ്സൈസ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. പൈപ്പിങ് ഇതാണ് പൈപ്പിങ്. ഇതിൻ്റെ സൗണ്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലിപ്പോൾ നമ്മൾ സ്റ്റേജ് 2 പുഷ് ചെയ്യാൻ കണക്കാക്കിയിട്ടുള്ള എക്സോസ്റ്റാണ് ചെയ്തേക്കണത്. പക്ഷെ മാപ്പ് ഇട്ടിട്ടില്ല. മാപ്പ് ഇടുന്നേക്കാളും മുമ്പുള്ള പെർഫോമൻസും സൗണ്ടും എങ്ങനെയാണെന്ന് നോക്കാം. ഡീസൽ വണ്ടികളുടെ സൗണ്ട് ഔട്ട്പുട്ട് ഇതാണെന്ന് അറിയാലോ എല്ലാവർക്കും. പെട്രോൾ വണ്ടികളുടെ പോലെയല്ല, ഈ ഒരു രീതിയിലുള്ള ഔട്ട്പുട്ടായിരിക്കും. പിന്നെ ഇതിൽ സ്റ്റേജ് 2 പുഷ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി സ്പൂളിങ്ങും കാര്യങ്ങളൊക്കെ കൂടി നല്ല ഒന്നും കൂടി ഔട്ടാവും. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമുക്കിനി അടുത്തത് ഒരു 1.6 പെട്രോള് ഫിയസ്റ്റയാണ്. അതിന് കോൾഡ് എയർ ഇൻടേക്ക്, ഡയയുടെ ഫിൽറ്ററും പിന്നെ ഇൻടേക്ക് പൈപ്പിങ്ങും ഒക്കെ ചെയ്യാനായിട്ട് വന്നേക്കണേണ്. അപ്പം അതിൻ്റെ വർക്കും കാര്യങ്ങളും വീഡിയോസ് ഡീറ്റെയിൽസൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.